ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? അപ്പം എനിക്ക് ചെറിയൊരു വയ്യായ്ക ഉണ്ട്. അപ്പം ഓക്കെ ആയി വരുന്നു. ഇപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ ഈ സെയിം വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ലോങ് വീഡിയോ അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചു. കാരണം എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമായി. അപ്പം ഇപ്പോൾ ഈ ഒരു അടുത്ത ഒരാഴ്ചയായിട്ട് എൻ്റെ സെയിം പ്രൊഫൈൽ വെച്ച് അല്ലെങ്കിൽ എൻ്റെ സെയിം പേര് വെച്ചിട്ട് തന്നെ വേറൊരു ചാനലുള്ളതായിട്ട് ഒന്ന് രണ്ട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ ഒരു സുഖമില്ലാത്തതിൻ്റെ പേരിൽ ഞാനത് എന്താ പറയുക വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോകാനോ നിന്നില്ല. അപ്പം ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വീഡിയോ ഇടുക, നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാരെ ജസ്റ്റ് ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഞാൻ ആരെങ്കിലും കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കാണുന്നുണ്ട്, ചിലപ്പോൾ ഈ വീഡിയോ കണ്ട ശേഷമായിരിക്കാം ആ വീഡിയോ അങ്ങനെ ഒരു ചാനൽ കാണുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ലൈവ് ഇട്ടാലായാലും വീഡിയോസ് ആണെങ്കിലും എന്താ പറയുക ഫുൾ എൻ്റെ ഫേസ് കാണിച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോസ് ആണെങ്കിലും ഈ പറയണ ലൈവ് ആണ് ചെയ്യാറ്. ഓഫ് ക്യാമറയിൽ ഞാൻ ഒരിക്കലും ലൈവ് ഇടാറില്ല. ജസ്റ്റ് സെക്കൻഡുകൾ, 1 മിനിറ്റ് കൂടിപ്പോയ 1.5 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെ ക്യാമറ ഓഫ് ചെയ്ത് നിൽക്കുക എന്നല്ലാതെ ഞാൻ ഒരിക്കലും ക്യാമറ ഓഫ് ചെയ്ത് ലൈവ് ഇടാറില്ല. ഫേസ് ലൈവ് തന്നെയാണ് ഫുള്ളും ചെയ്യാറ്. അപ്പോൾ ഈ പറഞ്ഞ ചാനലിൽ ഫുള്ളും ഈ ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് ഈ പറയുന്ന വീഡിയോ ലൈവ് ഇടാറുള്ളതാണ് കണ്ടവർ പറഞ്ഞിട്ടുള്ളത്. മലയാളം തന്നെയാണ് സംസാരിക്കുന്നത്. വീണ എന്നാണ് പേര് പറയുന്നത്. സെയിം പ്രൊഫൈൽ ഇതൊക്കെ തന്നെയാണ്. അപ്പം നമ്മൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്ന ഒരു ചാനലിൽ എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് അറിയില്ലല്ലോ. ചിലപ്പം ഡൗൺ ആക്കാനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എയിമില്ലാതെ ആരും അങ്ങനെ ചെയ്യില്ല. കാരണം സ്വന്തം പ്രൊഫൈൽ വെച്ച് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് വരിക വെച്ചാൽ ഭയങ്കര സങ്കടപ്പെടുന്ന കാര്യമാണ്. കാരണം ഞാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ വരെ വന്നിട്ടുള്ളത്. സബ് 18K ഉണ്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഏകദേശം. എന്നാലും 2 വർഷത്തോളമായി ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് പൊരുതി നേടിയ എൻ്റെ ഒരു ചാനലാണ്. അപ്പം അങ്ങനെ ആരെങ്കിലും കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം ഞാൻ അറിഞ്ഞ മുതൽ ഭയങ്കര ടെൻഷനാണ്. ഇതിലൊന്നും വലിയ കാര്യമില്ല, ടെൻഷൻ അടിക്കേണ്ട, കൂളായിട്ട് ഇരിക്കും, നമുക്കത് കണ്ടുപിടിക്കാമെന്ന് നമ്മൾ അറിയുന്ന ആൾക്കാർ, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കത് എന്താ പറയുക ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഭയങ്കര ഒരു സങ്കടം, എന്താ പറയുക ടെൻഷനാണ്. ഒന്നാമത് ആ കാര്യം ആലോചിക്കുമ്പോൾ ടെൻഷനാണ്. കാരണം ഇത്രയും ദിവസമായിട്ട് നമ്മളെ കണ്ണിൽ പെട്ടിട്ടില്ല. അങ്ങനെ കണ്ടവർ എന്നോട് ചോദിക്കുമ്പം അത് നമുക്ക് എന്താ പറയുക, ഞാനല്ല ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ നമുക്കത് അറിയാഞ്ഞിട്ട് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാഞ്ഞിട്ട് ഭയങ്കര ഒരു സങ്കടം പോലെ, ഒരു കുറ്റബോധം അല്ലെങ്കിൽ എന്തൊക്കെയോ പോലെ എന്തോ ഒരു പൂർണ്ണതയില്ലാത്ത പോലെ ഒന്നിലും. അപ്പം അങ്ങനെ അറിയണവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ കൂടെ കമൻറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളെങ്ങാനും കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചാനൽ നെയിം എന്താണെന്നുള്ളത് നമ്മുടെ ചാനലിൽ മെൻഷൻ ചെയ്ത് ചിലപ്പോൾ നമ്മുടെ ചാനൽ സെർച്ചിങ് നമ്മുടെ ചാനൽ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ വരുന്നുള്ളൂ. ജസ്റ്റ് ചിലപ്പോൾ ചാനലിൻ്റെ പേര് വേറെ ആയിരിക്കാം, അതിൽ പറയണ പേര് എൻ്റേതായിരിക്കാം, പ്രൊഫൈൽ എൻ്റേതായിരിക്കാം, അങ്ങനെയൊക്കെ ആവാം. അപ്പോൾ അതാണ് പറയണത്. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇൻഫോം ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പം ഓക്കെ, ബൈ. മറ്റൊരു വീണ്ടും കാണാം. അതുവരെ ബൈ.